ജമ്മുകശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്. അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാര സംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പെഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ഭീകരർ ശ്രീനഗറും ഗന്ധർബലും ലക്ഷ്യമിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് നന്ദഗോപൻ ചേരും. പെഹൽഗാമിൽ ജനം TV സംഘം ഉണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പോൾ തന്നെ ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തന്നെ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെയും വലിയ നിരീക്ഷണത്തിലായിരുന്നു. വലിയ തരത്തിൽ ഗതാഗത നിയന്ത്രണവുമൊക്കെ ഉണ്ടായിരുന്നതാണ്. നന്ദഗോപൻ, ഇപ്പോൾ ഈ സുരക്ഷാ മുന്നറിയിപ്പ് വരുന്നത് ഈ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ISIയുടെ ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ളതാണല്ലോ. എന്ത് തരത്തിലുള്ള സൂചനകളാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്? തുടർന്നെടുക്കുന്ന നടപടികൾ എന്താണ്? വീണ, ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് വിവിധ മേഖലകളിൽ ഇപ്പോൾ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ അനന്തനാഗ് അടക്കമുള്ള മേഖലകളിൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതായത് അതിർത്തി കേന്ദ്രീകരിച്ച് പുതിയതായി ഒരു ഓപ്പറേഷന് ISI പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായും ലഭ്യമായ സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സൈനിക നീക്കങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വലിയ സൈനിക വാഹന വ്യൂഹം കടന്നു വരികയാണ്. അതായത് ജമ്മു കാശ്മീരിൽ ഉടനീളം തന്നെ വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ബറ്റാലിയനെ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കമാൻഡോ ഓപ്പറേഷനായിട്ട് 9 പാരാ SF-നെയും 4th പാരാ SF-നെയും വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഈ സൈനിക വാഹനങ്ങൾ കടന്നു പോകുന്നത്. വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള ഓപ്പറേഷനുകളാണ് നടക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സൈനിക അതായത് അനന്തനാഗിലെ പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾ പല മേഖലകളിലും ഉണ്ടാകുമെന്നുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. അതായത് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ പല മേഖലകളിൽ നടക്കുന്നു എന്നുള്ള സൂചനകൾ. കൂടുതൽ സൈന്യത്തെ ഈ കശ്മീർ മേഖലയിലേക്ക് നിയോഗിക്കുകയാണ്. പ്രധാനമായും ഭീകരർ ലക്ഷ്യമിടുന്നത് ശ്രീനഗറും അതേപോലെ തന്നെ ഗന്ധർബലും ആണ് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു സൈനിക നീക്കം തന്നെയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ISI ആക്രമണം അത് ഈ വിവിധ മേഖലകളിൽ ഉണ്ടാകുമെന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും സൈനിക നീക്കങ്ങൾ ഈ അതിർത്തി കേന്ദ്രീകരിച്ച് ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ജമ്മു കാശ്മീരിൽ മുഴുവൻ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ റോഡുകൾ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ സൈനികർ വിവിധ മേഖലകളിലേക്ക് കോൺവേയായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഏത് സമയവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ജമ്മു കാശ്മീരിൽ ഉടനീളം നിൽക്കുന്നത്. പല മേഖലകളിലും ഓപ്പറേഷനുകൾ നടക്കുന്നു. അതേപോലെ തന്നെ പലയിടങ്ങളിലും വാഹന പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ദേശീയ പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പോലും പരിശോധിക്കുന്ന സാഹചര്യമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം സൈനികർ നിന്ന് വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അത്രമാത്രം സുരക്ഷാ വലയത്തിലൂടെയാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ ഈ മണിക്കൂറുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഏതിനും സജ്ജമായി തന്നെ ഭാരതത്തിൻ്റെ സൈന്യം നിലയുറപ്പിച്ച സ്ഥിതിയാണ്. അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സൈന്യം തയ്യാറാകത്തില്ല. ഏത് അക്രമത്തെയും നേരിടാൻ ഭാരതത്തിൻ്റെ സൈന്യം സുസജ്ജമായി തന്നെ നിൽക്കുകയാണ്. അത് കരസേന മാത്രമല്ല, നാവികസേനയാണേലും ഭാരതത്തിൻ്റെ വ്യോമസേനയാണേലും കർശനമായി തന്നെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു കോണുകളിൽ കൂടി പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഇതിനോടകം തന്നെ NIAക്ക് ലഭിച്ചു. അതായത് ISIയുടെ സാന്നിധ്യം, പാകിസ്ഥാൻ്റെ പങ്കൊക്കെ തന്നെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇതിനോടകം NIAക്ക് ലഭിച്ചിട്ടുള്ളത്. വീണ, അതേസമയം നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അതിർത്തികളിൽ വ്യോമസേനയാവട്ടെ നാവികസേനയാവട്ടെ ഒക്കെയും തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മളും കാത്തു നിൽക്കുക തന്നെയാണ്, പക്ഷേ കരുതലോടെ കാത്തു നിൽക്കുക തന്നെയാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഈ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് എല്ലാ ദിവസവും എന്നോണം അതിർത്തിയിൽ ഇത്തരത്തിലുള്ള പാക് പ്രകോപനം ഉണ്ടാകുന്നതും അത് ഭാരതം നേരിടുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശ്രീനഗറും ഗന്ധർബലും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു IS ഭീകരർ എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്
സുരക്ഷിതമായി മാറിക്കൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി ആണോ ഉള്ള തയ്യാറെടുപ്പുകൾ, അതോ നമ്മുടെ ഭാഗത്തു നിന്ന്, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ സൈന്യവും വ്യോമസേനയും അതേപോലെ തന്നെ നാവികസേനയും ഒക്കെ തന്നെ വേണ്ട രീതിയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. എന്തിനും സുസജ്ജമായി തന്നെ നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടി തന്നെയാണ് ഭാരതത്തിൻ്റെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല മേഖലകളിലേക്കും സൈനിക വിന്യാസം കൂടുതലായി വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ ഈ CRPF-ൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും ഒക്കെ തന്നെ ഭടന്മാർ വിവിധ കേന്ദ്രങ്ങളിൽ, അത് ഈ നഗരങ്ങളിൽ മാത്രമല്ല റൂറൽ മേഖലയിലാണെങ്കിൽ കൂടിയും ഇത്തരം സൈനിക നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ ഇരുവശവും സൈന്യത്തെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. CRPF-നെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ വലിയ രീതിയിലുള്ള പ്രകോപനം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നീക്കവും ഭാരതത്തിൻ്റെ സൈന്യം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു. ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ളത്. കാര്യം രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ലൈൻ ഓഫ് കൺട്രോളിൽ അവിടെ ISI ഭീകരർ ഭാരതത്തെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പെഹൽഗാമിലെ ബൈസൺ വാലിയിൽ നടന്നതുപോലെ അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ പെഹൽഗാമിൽ ബൈസൺ വാലിയിൽ നടന്നത് ഈ വിനോദസഞ്ചാരികൾക്കടുത്തേക്ക് വളരെ പെട്ടെന്ന് പാഞ്ഞെടുത്ത ഭീകരവാദികൾ അവരുടെ മതം ചോദിച്ചുകൊണ്ട് വെടിയുതിർക്കുകയായിരുന്നു. അത്തരം രീതിയിലുള്ള അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായും സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കശ്മീരിലെ 48 കേന്ദ്രങ്ങൾ, അവിടെ കഴിഞ്ഞ ദിവസം സുരക്ഷാ ഓഡിറ്റ് നടന്നിരുന്നു. ആ സുരക്ഷാ ഓഡിറ്റിലും ഇവിടങ്ങളിൽ അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ 48 കേന്ദ്രങ്ങൾ അടച്ചത്. അതേപോലെ തന്നെ നിരവധി റോഡുകളും ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത് ഒരു സുരക്ഷിതമായ സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഈ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈന്യവും സുസജ്ജമാണ്. എങ്കിൽ തന്നെയും മുൻകരുതൽ എന്ന നിലയിലാണ് ഈ റോഡുകൾ അടച്ചതും അതേപോലെ തന്നെ ഈ സുരക്ഷാ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ സൈനിക വിന്യാസം കൂടുതലാക്കിയതുമൊക്കെ. ഏതായാലും എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ ആർമി ആസ്ഥാനത്ത്, ഡൽഹിയിൽ ആർമി ആസ്ഥാനത്തിരുന്ന് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് നാണയത്തിലടിച്ചോ അതേ നാണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ സൈനിക വിന്യാസം പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 9 പാരാ ISF-ഉം 4th പാരാ ISF-ഉം ഈ പല മേഖലകളിലും അവരെയും വിന്യസിച്ചു കഴിഞ്ഞു. RRൻ്റെ പ്രത്യേക ബറ്റാലിയനും ഈ മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. വീണ. ശരി നന്ദൻ.